കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെയും വഞ്ചനാപരമായ പദ്ധതികളെയും കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് വഞ്ചന സംസ്ഥാനത്തുടനീളം വ്യാപകമാണെന്ന ധാരണ സൃഷ്ടിക്കുന്നു. വാസ്തവത്തിൽ ഈ സംഭവങ്ങൾ റാൻഡമായുള്ള ചീറ്റിംഗ് അല്ല, മറിച്ച് പ്രത്യേക ദുർബലതകൾ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഈ പദ്ധതികൾക്ക് പിന്നിലുള്ള തട്ടിപ്പുകാർ അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ തേടുന്നവരെയോ പ്രശസ്ത സ്ഥാപനങ്ങൾ അംഗീകരിക്കുന്ന വിശ്വസനീയമായ അവസരങ്ങൾ തേടുന്നവരെയോ ആയ വ്യക്തികളെ ആകർഷിക്കുന്നതിനാണ്. ആകർഷകമായ ഓഫറുകളും കൺവിൻസിംഗ് ആയ ഭാഷയും ഉപയോഗിച്ച് ഒട്ടും സംശയിക്കാത്ത ഇരകളെ ആകർഷിക്കാൻ അവർ പ്രത്യേക നിക്ഷേപങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ലക്ഷ്യമിടുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ ഒരു തട്ടിപ്പ് ബാധിത പ്രദേശത്തെക്കുറിച്ച് ധാരണ വർദ്ധിപ്പിക്കുമെങ്കിലും കേരളത്തിലെ മിക്ക ഇടപാടുകളും നിയമാനുസൃതമായി തന്നെ തുടരുന്നു. സാമ്പത്തിക അവസരങ്ങളെയും സ്ഥാപിത സോഷ്യൽ നെറ്റ്വർക്കുകളെയും ചൂഷണം ചെയ്യുന്ന സങ്കീർണമായ രീതികളുടെ ഉദാഹരണങ്ങളാണ് വാർത്തകളിൽ ഇടം നേടുന്ന കേസുകൾ. ഈ തട്ടിപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, വ്യക്തികളെ സാധ്യതയുള്ളവരാക്കുന്ന ഘടകങ്ങൾ, തട്ടിപ്പുകൾ നടത്താൻ ഉപയോഗിക്കുന്ന രീതികൾ എന്നിവ പരിശോധിക്കുന്നതിലൂടെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നേടാൻ കഴിയും. ഈ വീഡിയോയിൽ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന വിവിധ തന്ത്രങ്ങൾ വിവരിക്കുന്നു. ചില ശ്രദ്ധേയമായ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നു. അത്തരം വഞ്ചനയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന നടപടികൾ നിർദ്ദേശിക്കുന്നു. കേരളത്തിൽ തട്ടിപ്പുകാർ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അവിശ്വസനീയമെന്ന് തോന്നുന്നതോ യാഥാർത്ഥ്യമാകാൻ കഴിയാത്ത അത്ര നല്ലതോ ആയ ഓഫറുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ്. ഈ പദ്ധതികൾ പലപ്പോഴും നിക്ഷേപങ്ങളിൽ വളരെ ഉയർന്ന വരുമാനമോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ, ലാപ്ടോപ്പുകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ ജനപ്രിയ ഉൽപ്പന്നങ്ങളിൽ ഗണ്യമായ കിഴിവുകളോ വാഗ്ദാനം ചെയ്യുന്നു. വലിയ കമ്പനികൾ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാംസ് പരിപാടികളുടെ ഭാഗമായി നൽകുന്ന പ്രത്യേക ഫണ്ടുകളിലൂടെയാണ് ഈ ഓഫറുകൾ സാധ്യമാകുന്നതെന്ന് തട്ടിപ്പുകാർ വാദിക്കുന്നു. വേഗത്തിലുള്ള ലാഭമോ വിലക്കുറവോ വാഗ്ദാനം ചെയ്യുന്നത് ഒരു അർജൻസി സൃഷ്ടിക്കുന്നു. ഇത് വ്യക്തികളെ കൃത്യമായ ജാഗ്രത പാലിക്കാതെ വേഗത്തിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും ഈ ഓഫറുകളുടെ വിശദാംശങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാങ്കേതിക ഭാഷയിലാണ് അവതരിപ്പിക്കുന്നത്. ഇത് സാധ്യതയുള്ള നിക്ഷേപകർക്ക് പൊരുത്തക്കേടുകളോ വാണിങ്ങോ കണ്ടെത്താൻ പ്രയാസമാക്കുന്നു. ആകർഷകമായ സാമ്പത്തിക സാധ്യതകളുടെയും സമ്മർദ്ദകരമായ സമയക്രമത്തിൻ്റെയും ഈ സംയോജനം പലരെയും മതിയായ പരിശോധന കൂടാതെ ഫണ്ട് സമർപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. പിന്നീട് വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകുന്നില്ലെന്ന് കണ്ടെത്തുന്നു. ഇത് അവർക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടങ്ങളും വഞ്ചനയുടെ ആഴത്തിലുള്ള ബോധവും ഉണ്ടാക്കുന്നു. നിക്ഷേപ തട്ടിപ്പുകൾക്ക് പുറമെ കേരളത്തിലെ തട്ടിപ്പുകാർ വാഹനങ്ങൾ പോലുള്ള ആസ്തികളും ചൂഷണം ചെയ്തിട്ടുണ്ട്. ചില സത്യസന്ധരല്ലാത്ത കാർ ഡീലർമാർ യൂസ്ഡ് കാർ വാഹന ഉടമകളെ ആകർഷകമായ വിലയ്ക്ക് അവരുടെ കാറുകൾ വിൽക്കാൻ സഹായിക്കുന്നതിനുള്ള ഓഫറുകളുമായി സമീപിക്കുന്നു. വാഹനം വാങ്ങുന്നയാളെ ഉടൻ കണ്ടെത്തുമെന്ന് ഉറപ്പ് നൽകുന്നതിലൂടെ അവർ ഉടമകളുടെ വിശ്വാസം നേടുന്നു. കൂടാതെ പല കേസുകളിലും ഉടമകൾ അവരുടെ വാഹനങ്ങൾ കൈമാറുകയോ പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുകയോ ചെയ്യുന്നു. എന്നിരുന്നാലും പണം കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ ഇടനിലക്കാർ അപ്രത്യക്ഷരാകുന്നു. വാഗ്ദാനം ചെയ്ത വിൽപ്പന ഒരിക്കലും സംഭവിക്കുന്നില്ല. വിപണിയെക്കുറിച്ച് ആന്തരിക അറിവുണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ ആളുകൾ അർപ്പിക്കുന്ന വിശ്വാസത്തെ മുതലെടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ്. അതേസമയം ഡിജിറ്റൽ ലോകം തട്ടിപ്പുകൾക്ക് പുതിയ വഴികൾ തുറന്നിരിക്കുന്നു. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും വലിയ വരുമാനം വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഓൺലൈൻ സൈബർ തട്ടിപ്പുകൾ കൂടുതൽ സാധാരണയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉയർന്ന പ്രൊഫൈൽ കേസിൽ ഒരു തട്ടിപ്പ് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി വഞ്ചിക്കപ്പെട്ട വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് പോലും വലിയൊരു തുക നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെയും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇരകൾ പലപ്പോഴും വശീകരിക്കപ്പെടുന്നു. അവിടെ തട്ടിപ്പുകാർ അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറയ്ക്കാൻ പ്രശസ്തമായ കമ്പനികളുടെ പേരുകൾ ഉപയോഗിക്കുന്നു. കേരളത്തിലെ ചില തട്ടിപ്പ് കേസുകൾ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കാം. 1990കളുടെ മധ്യത്തിൽ ആരംഭിച്ച കേരളത്തിലെ കുപ്രസിദ്ധമായ തട്ടിപ്പ് നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് മാഞ്ചിയം കുംഭകോണം. ഈ തട്ടിപ്പിൽ പ്രമോട്ടർമാർ ഒരു കമ്പനി സ്ഥാപിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ മാഞ്ചിയം, തേക്ക് എന്നിവയുടെ വലിയ തോതിലുള്ള തോട്ടങ്ങൾ കൃഷി ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അവകാശപ്പെടുന്നു. തേക്കിൻ്റെയും മാഞ്ചിയം മരത്തിൻ്റെയും വിപണിയിലെ വിലയിലെ വർധനവ് മുതലെടുത്ത് നിക്ഷേപകർക്ക് വലിയ ലാഭം നേടാമെന്ന് പ്രമോട്ടർമാർ പരസ്യം ചെയ്തു. വിശാലമായ തോട്ടഭൂമിയുടെ ഉടമസ്ഥതയിലുള്ളതായി അവർ അവകാശപ്പെടുകയും ഭൂമിയുടെയും തടിയുടെയും വിലയിൽ നിന്ന് ഉയർന്ന വരുമാനം ഉറപ്പു നൽകുകയും ചെയ്തു. ഗണ്യമായ ലാഭം വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് ആളുകളെ ഈ പദ്ധതിയിലേക്ക് ആകർഷിപ്പിക്കപ്പെട്ടു. വാസ്തവത്തിൽ വാഗ്ദാനം ചെയ്തതുപോലെ യഥാർത്ഥ തോട്ടങ്ങൾ സ്ഥാപിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തില്ല. ഏറ്റവും അടുത്തു നടന്ന തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയ CSR അഴിമതി. ഇടുക്കി സ്വദേശിയായ 26 വയസ്സുള്ള അനന്തു കൃഷ്ണൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകൾ വഴി വിപണി വിലയുടെ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ, ലാപ്ടോപ്പുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവ വാങ്ങാമെന്ന് വാഗ്ദാനം ചെയ്ത്
200-ലധികം സർക്കാർ ഇതര സംഘടനകളെ വഞ്ചിച്ചതായി ആരോപിക്കപ്പെടുന്നു. 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നടത്താൻ അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകളുടെ ഒരു ശൃംഖല ഉപയോഗിച്ചു. ഇത് നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകളെയും വ്യക്തിഗത ഗുണഭോക്താക്കളെയും നഷ്ടത്തിലാക്കി. ഈ തട്ടിപ്പ് കൺസ്യൂമേഴ്സിനെ മാത്രമല്ല, CSR സംരംഭങ്ങളുടെയും NGOകൾ ഫണ്ടിങ്ങിനായി ആശ്രയിക്കുന്ന ട്രസ്റ്റിന്റെയും വിശ്വാസ്യതയെ അപകടത്തിലാക്കി. 2024 കേരളത്തിലെ ഓൺലൈൻ തട്ടിപ്പുകാർ പൊതുജനങ്ങളിൽ നിന്ന് ഏകദേശം 635 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി സമീപകാല അന്വേഷണങ്ങൾ വെളിപ്പെടുത്തി. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ മുതൽ ജോലി, കൊറിയർ തട്ടിപ്പുകൾ വരെ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിരുന്നു. പോലീസ് ശ്രമങ്ങൾ നടത്തിയിട്ടും വഞ്ചിക്കപ്പെട്ട പണത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 87 കോടി രൂപ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. സൈബർ തട്ടിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ഈ കേസ് എടുത്തു കാണിക്കുന്നു. കൂടാതെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയെ ഊന്നിപ്പറയുന്നു. മറ്റൊരു സംഭവത്തിൽ വാട്സാപ്പ് മെസ്സേജുകളിലൂടെയുള്ള ഒരു തട്ടിപ്പിൽ വെറും 2.5 മാസത്തിനുള്ളിൽ കേരളത്തിലെ ഒരാൾക്ക് 4 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടു. ഒരു വ്യാജ ട്രേഡിംഗ് ആപ്പ് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്തു. പണം പിൻവലിക്കാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കുന്നതുവരെ ആവർത്തിച്ച് നിക്ഷേപിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. ഫണ്ട് നൽകുന്നതിന് മുമ്പ് നിക്ഷേപ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി ഈ സംഭവം അടിവരയിടുന്നു. വിശ്വസനീയമല്ലാത്ത സന്ദേശങ്ങളുടെയും ആപ്പുകളുടെയും അപകടങ്ങളെ ഈ കേസ് എടുത്തു കാണിക്കുന്നു. രാഷ്ട്രീയക്കാരനായ MC കമറുദ്ദീനും മറ്റു നേതാക്കളും ചേർന്ന് കാസർഗോഡിൽ ഫാഷൻ ഗോൾഡ് എന്ന കമ്പനിയെ ചുറ്റിപ്പറ്റിയാണ് മറ്റൊരു രാഷ്ട്രീയ സാമ്പത്തിക തട്ടിപ്പ്. 700 നിക്ഷേപകർക്ക് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്ത കമ്പനി ഒടുവിൽ തകർന്നു. ഏകദേശം 1.3 ബില്യൺ രൂപയുടെ നഷ്ടം വഹിക്കുന്ന പരാതികൾ മാത്രം അവശേഷിപ്പിച്ചു. ക്രൈംബ്രാഞ്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണവും ആരംഭിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെയും ഫ്രോഡ് നിക്ഷേപ പദ്ധതികളുടെയും ആഴത്തിലുള്ള വേരൂന്നിയ അവിശുദ്ധ ബന്ധം ഈ തട്ടിപ്പ് തുറന്നുകാട്ടി. സോളാർ തട്ടിപ്പ് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ്. ബിജു രാധാകൃഷ്ണനും സരിത നായരും ചേർന്ന് ആരംഭിച്ച ടീം സോളാർ എന്ന കമ്പനി സോളാർ പാനലുകൾ സ്ഥാപിക്കുമെന്നും ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുമെന്നും നിരവധി നിക്ഷേപകരിൽ നിന്ന് മുൻകൂർ പണം പിരിച്ചു. വാഗ്ദാനം ചെയ്ത ഇൻസ്റ്റലേഷനുകൾ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്തപ്പോൾ നിരവധി നിക്ഷേപകർക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉന്നത വ്യക്തിത്വങ്ങളും ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരുന്നു. കൂടാതെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ തന്റെ പ്രശസ്തി ഉപയോഗിച്ചതിന് നടി ശാലു മേനോൻ ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലും നയിച്ചു. പ്രാദേശിക നെറ്റിസന്മാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു തട്ടിപ്പിൽ ഹോട്ടൽ താമസങ്ങളോ സിനിമാ ടിക്കറ്റുകളോ പോലുള്ള സൗജന്യ സമ്മാനങ്ങൾക്ക് അർഹതയുണ്ടെന്ന് അവകാശപ്പെട്ട് ഇരകളെ ബന്ധപ്പെടുന്ന തട്ടിപ്പുകാർ ഉൾപ്പെടുന്നു. ഇര താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്ന വില കൂടിയ അവധിക്കാല പാക്കേജുകൾ വിൽക്കാൻ തട്ടിപ്പുകാർ ഉയർന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. മറ്റൊരു തട്ടിപ്പിൽ തട്ടിപ്പുകാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി വേഷം മാറുന്നതാണ്. നിയമവിരുദ്ധമായ ഉള്ളടക്കം കാരണം ഒരു പാഴ്സൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അത് പുറത്തുവിടാൻ കസ്റ്റംസ് തീരുവയോ പിഴയോ നൽകണമെന്നും പ്രസ്താവിക്കുന്ന കോളുകളോ സന്ദേശങ്ങളോ ഇരകൾക്ക് ലഭിക്കുന്നു. ഇര പണമടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകില്ല. നിയമപരമായ പ്രത്യാഘാതങ്ങളും വിലപ്പെട്ട പാഴ്സലുകൾ നഷ്ടപ്പെടുമെന്ന ഭയവും കസ്റ്റംസ് തട്ടിപ്പിന് ഇരയാക്കുന്നു. അത്തരം കോളുകൾ ഔദ്യോഗിക ചാനലുകൾ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നു. അധിക വരുമാനം, പലപ്പോഴും പ്രതിമാസം 6 തൊട്ട് 8% വരെ വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകൾ അടിസ്ഥാനപരമായി ഒരു പോൺസി സ്കീം വഴി അവരുടെ പണം ഇരട്ടിയാക്കുക എന്ന ആശയത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നു. ഉയർന്ന വരുമാനത്തിന്റെ ആകർഷണത്തിൽ ആകൃഷ്ടരായ നിരവധി വ്യക്തികൾ പദ്ധതി തകരുമ്പോൾ ഗണ്യമായ തുകകൾ നഷ്ടപ്പെടുന്നു. അത്തരം പദ്ധതികൾ അടിസ്ഥാന സാമ്പത്തിക തെറ്റിദ്ധാരണകളെയും പെട്ടെന്നുള്ള ലാഭത്തിനായുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെയും ചൂഷണം ചെയ്യുന്നു. ഇത് ചെറുകിട നിക്ഷേപകർക്കിടയിൽ വ്യാപകമായ നഷ്ടത്തിലേക്ക് നയിക്കുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും തട്ടിപ്പുകളുണ്ട് കേരളത്തിൽ. ഈ തട്ടിപ്പുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തട്ടിപ്പുകാർ ആവർത്തിച്ചുപയോഗിക്കുന്ന നിരവധി പൊതുതന്ത്രങ്ങൾ വെളിപ്പെടുന്നു. അസാധാരണമായ വരുമാനമോ ആഴത്തിലുള്ള കിഴിവുള്ള വിലകളോ വാഗ്ദാനം ചെയ്യുന്നതാണ് ഒരു പ്രധാന ഘടകം. സാധാരണ വിപണി സാഹചര്യങ്ങളിൽ നിന്ന് ഒരാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ മികച്ച ഓഫറുകൾ. ഈ തന്ത്രം തെറ്റായ ഒരു അടിയന്തര ബോധം സൃഷ്ടിക്കുന്നു. അപകട സാധ്യതകൾ സമഗ്രമായി പരിഗണിക്കാതെ വേഗത്തിൽ പ്രവർത്തിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു. പല കേസുകളിലും വ്യാജരേഖകൾ അവതരിപ്പിച്ചുകൊണ്ടോ പ്രൊഫഷണലിസം സൂചിപ്പിക്കുന്ന രീതിയിൽ അപ്പിയറൻസ് ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബഹുമാന്യരായ സ്ഥാപനങ്ങളുമായും സർക്കാർ സ്ഥാപനങ്ങളുമായും ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടോ തട്ടിപ്പുകാർ ആധികാരിക വ്യക്തികളുടെ റോളുകൾ ഏറ്റെടുക്കുന്നു. ഇത്തരം തെറ്റിദ്ധാരണ പ്രോബബിളായ ഇരകളിൽ ആത്മവിശ്വാസം വളർത്താനും സംശയം കുറയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. കൂടാതെ ഈ വഞ്ചനാപരമായ ഓഫറുകൾ പലപ്പോഴും തിരഞ്ഞെടുത്ത ചുരുക്കം ചിലർക്ക് മാത്രം ലഭ്യമായ പ്രത്യേക അവസരങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നു.
ഇത് വ്യക്തികളെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഔദ്യോഗികതയുടെ ഒരു അന്തരീക്ഷവും അസാധാരണമായ ആനുകൂല്യങ്ങളുടെ ആകർഷണവും സംയോജിപ്പിക്കുന്നതിലൂടെ തട്ടിപ്പുകാർ ജാഗ്രത പുലർത്തുന്ന നിക്ഷേപകർ പോലും മുന്നറിയിപ്പ് സൂചനകൾ അവഗണിക്കുകയും മതിയായ പരിശോധനയില്ലാതെ അവരുടെ വിഭവങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ഈ തട്ടിപ്പുകളുടെ വിജയത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം സമൂഹ വിശ്വാസത്തിന്റെ മനഃപൂർവ്വമായ ചൂഷണമാണ്. കേരളത്തിൽ ശക്തമായ പ്രാദേശിക ശൃംഖലകളും അടുത്ത ബന്ധമുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷനുകളും ദൈനംദിന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഭാഗമാണ്. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ സ്വയം ഉൾപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും പ്രാദേശിക ക്ഷേമ ബോർഡുകളുമായോ സർക്കാർ ഇതര ഓർഗനൈസേഷനുകളുമായോ മറ്റു വിശ്വസ്ത ഗ്രൂപ്പുകളുമായോ ഒത്തുചേർന്ന് ഈ സ്ഥാപിത ബന്ധങ്ങൾ തട്ടിപ്പുകാർ പ്രയോജനപ്പെടുത്തുന്നു. പരിചിതമായ ഒരു സാമൂഹിക വലയത്തിലുള്ള ഒരാൾ ഒരു ഓഫർ അംഗീകരിക്കുമ്പോൾ അത് കൂടുതൽ വിശ്വാസ്യത നേടുന്നു. ഇരയുടെ സ്വാഭാവിക ജാഗ്രത കുറയ്ക്കുന്നു. അറിയപ്പെടുന്നതും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നതിനാൽ വാമൊഴിയായി നൽകുന്ന ശുപാർശകൾ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി വേഗത്തിൽ വർദ്ധിപ്പിക്കും. ഈ പരമ്പരാഗത രീതികൾക്ക് സമാന്തരമായി ഡിജിറ്റൽ വഞ്ചന കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുന്നു. തന്ത്രപ്രധാനമായ വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് തട്ടിപ്പുകാർ ഇപ്പോൾ വ്യാജ വെബ്സൈറ്റുകൾ, ഫിഷിംഗ് ഇമെയിലുകൾ, ഫേക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ ഉപയോഗിക്കുന്നു. നിയമാനുസൃത സ്ഥാപനങ്ങളുടെ ശൈലി അനുകരിച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ബൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഓൺലൈനിൽ വിവരങ്ങൾ വേഗത്തിൽ പ്രചരിക്കുന്നത് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഇടപെടൽ സംഭവിക്കുന്നതിന് മുമ്പ് നന്നായി തയ്യാറാക്കിയ ഒരു തട്ടിപ്പ് നിരവധി ആളുകളെ ബാധിക്കുമെന്നാണ്. കേരളത്തിലെ വ്യക്തികൾ ഈ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതിന് നിരവധി സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ഘടകങ്ങൾ കൂടുതൽ സംഭാവന നൽകുന്നു. സംസ്ഥാനത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്കും വിദ്യാഭ്യാസത്തിന് നൽകുന്ന ശക്തമായ ഊന്നലും സാമ്പത്തിക വിജയത്തിനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനുമുള്ള അഭിലാഷങ്ങൾ വളരെയധികം വിലമതിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ അഭിലാഷം ചിലപ്പോൾ വ്യക്തികളെ ദ്രുത സാമ്പത്തിക വളർച്ച കൈവരിക്കാമെന്ന പ്രതീക്ഷയിൽ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കും. സാമ്പത്തിക പുരോഗതി സാമൂഹിക പദവിയുമായി അടുത്ത ബന്ധമുള്ള ഒരു സമൂഹത്തിൽ വേഗത്തിലുള്ളതും ഗണ്യമായതുമായ വരുമാനം ലഭിക്കുമെന്ന വാഗ്ദാനം പ്രത്യേകിച്ചും ആകർഷകമാണ്. മാത്രമല്ല, കേരളത്തിലെ ഇടചേർന്ന സമൂഹങ്ങൾക്കുള്ളിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസം വ്യക്തിപരമായ ശുപാർശകളും അംഗീകാരങ്ങളും ഗണ്യമായ ഭാരം വഹിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. സമൂഹത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന തട്ടിപ്പുകാർക്ക് ഈ കൂട്ടായ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ കഴിയും. ഓൺലൈൻ ഫിനാൻസ്, പുനരുപയോഗ ഊർജം തുടങ്ങിയ ഉയർന്നു വരുന്ന മേഖലകളിലെ നിയന്ത്രണ വിടവുകളാണ് ഈ വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അവിടെ മേൽനോട്ടം കുറവോ കാലതാമസമോ ഉണ്ടാകാം. ശക്തമായ ഒരു പ്രതികരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കപ്പെടുന്നതുവരെ വഞ്ചനാപരമായ പദ്ധതികൾ തഴച്ചു വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളുടെ അഭാവം സൃഷ്ടിക്കുന്നു. ഈ തട്ടിപ്പുകളുടെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമാണ്. വ്യക്തിഗത ഇരകളെയും വിശാലമായ സമൂഹത്തെയും ബാധിക്കുന്നു. ഫ്രോഡ് പദ്ധതികൾക്ക് ഇരയാകുന്നവർ കടുത്ത സാമ്പത്തിക നഷ്ടം സഹിക്കുക മാത്രമല്ല, വൈകാരിക ക്ലേശങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ തട്ടിപ്പുകളിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങൾ വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ ദീർഘകാല തിരിച്ചടികളിലേക്ക് വ്യാപിച്ചേക്കാം. ഈ തട്ടിപ്പിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ തുറന്നുകാട്ടൽ പലപ്പോഴും വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാകുന്നു. കൂടുതൽ കർശനമായ നിയമനിർവഹണ നടപടികളും സമൂഹങ്ങൾ ആവശ്യപ്പെടുന്നു. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന വഞ്ചനാപരമായ രീതികൾ എടുത്തു കാണിച്ചുകൊണ്ടും അധികാരികളെ നിർണായകമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെയും മാധ്യമ കവറേജ് ഈ ചലനാത്മകതയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. പ്രതികരണമായി നിയമനിർവഹണ ഏജൻസികൾ അന്വേഷണങ്ങൾ ശക്തമാക്കുന്നു, റെയ്ഡുകൾ നടത്തുന്നു, തട്ടിപ്പ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തികളെ അറസ്റ്റും ചെയ്യുന്നു. നഷ്ടപ്പെട്ട ഫണ്ടുകൾ വീണ്ടെടുക്കുക മാത്രമല്ല, ഭാവിയിലെ തട്ടിപ്പുകൾക്കെതിരെ ഒരു പ്രതിരോധമായും ഈ നടപടികൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ ശ്രമങ്ങൾക്കിടയിലും ഈ പദ്ധതികളുടെ സ്ഥിരതയും പരിണമിക്കുന്ന സ്വഭാവവും സൂചിപ്പിക്കുന്നത് ദുർബലരായ വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് കൂടുതൽ മുൻകരുതൽ നടപടികൾ ആവശ്യമാണെന്നാണ്. കേരളത്തിലെ തട്ടിപ്പുകളുടെ വെല്ലുവിളിയെ നേരിടുന്നതിന് പ്രതിരോധ നടപടികൾ, ശക്തമായ നിയമ നടപടി, വ്യാപകമായ പൊതുവിദ്യാഭ്യാസം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ്. ജനസംഖ്യയിലുടനീളം സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്തുക എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകങ്ങളിലൊന്ന്. വ്യക്തികൾക്ക് അവരുടെ ഫണ്ടുകൾ നൽകുന്നതിന് മുമ്പ് സാധ്യതയുള്ള അപകട സാധ്യതകൾ തിരിച്ചറിയാനും നിക്ഷേപ അവസരങ്ങളുടെ ആധികാരികത പരിശോധിക്കാനും പ്രാപ്തരാക്കുക എന്നതാണ്. വഞ്ചനാപരമായ തന്ത്രങ്ങൾ കണ്ടെത്തുന്നതിന് ആവശ്യമായ അറിവ് ആളുകളെ സജ്ജരാക്കുന്നതിൽ പൊതു വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും.
അതേസമയം ഈ തട്ടിപ്പുകൾ വളരാൻ അനുവദിക്കുന്ന വിടവുകൾ അടയ്ക്കുന്നതിന് നിയന്ത്രണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം. പ്രത്യേകിച്ചും ഓൺലൈൻ ധനകാര്യം, പുനരുപയോഗ ഊർജം തുടങ്ങിയ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ തട്ടിപ്പുകാരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിനും സമാനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്നതിനും വേഗത്തിലുള്ളതും നിർണായകവുമായ നിയമ നടപടി അത്യാവശ്യമാണ്. ആത്യന്തികമായി തട്ടിപ്പുകളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുക എന്നത് വ്യക്തികൾ, കമ്മ്യൂണിറ്റി നേതാക്കൾ, നിയന്ത്രണ അധികാരികൾ എന്നിവർ തമ്മിലുള്ള സഹകരണം ആവശ്യമുള്ള ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. സുതാര്യത, ജാഗ്രത, തുടർച്ചയായ വിദ്യാഭ്യാസം എന്നിവയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ വഞ്ചനയുടെ സംഭവങ്ങൾ ഗണ്യമായി കുറയ്ക്കാനും എല്ലാവർക്കും കൂടുതൽ സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.